ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി അസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആദരണീയരായ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ലൗദ് ഖുർആൻ മാസ്റ്റേഴ്സ് അംഗങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഹ്മാനിലെ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന വചനത്തെ തദബ്ബുർ ചെയ്ത് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇൻഷാ അല്ലാഹ്. സൂറത്തുർ റഹ്മാനിലെ 13-ാമത്തെ ആയത്ത് മുതൽ ഈ സൂറത്തിലുടനീളം മനുഷ്യരെയും ജിന്നുകളെയും അഭിമുഖീകരിച്ച് 31 തവണ ആവർത്തിച്ചു വരുന്ന ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ ഇരു വിഭാഗത്തിൻ്റെയും രക്ഷിതാവിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? ഈ സൂറത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയും പാരായണ ഭംഗിയും ആവർത്തിച്ചു വരുന്ന ഈ ചോദ്യം തന്നെയാണ്. ഇമാം തിർമിദിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ പ്രകാരം കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ജിന്നിന്റെ രാത്രിയിലെ ജിന്നുകളോടൊപ്പം ഒരു രാത്രി ചെലവഴിച്ച സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് ഈ സൂറത്ത് പാരായണം ചെയ്ത് കൊടുത്തു. വിശ്വാസം ഓരോ തവണയും ജിന്നുകൾക്ക് വേണ്ടി ഈ ആയത്തുകൾ ഇങ്ങനെ പാരായണം ചെയ്ത് കൊടുക്കുമ്പോൾ ലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബു ഫലക്കൽ ഹംദ്, ഞങ്ങളുടെ റബ്ബേ നിന്റെ അനുഗ്രഹങ്ങളെ ഞങ്ങൾ യാതൊന്നിനെയും വ്യാജമാക്കുന്നില്ല, അപ്പോൾ നിനക്കെത്ര സർവസ്തുതിയും. അതെ, ഈ ആയത്തിലൂടെ അള്ളാഹു മനുഷ്യരെയും ജിന്നുകളെയും അഭിമുഖീകരിച്ച് ആവർത്തിച്ചു വരുന്ന ഗൗരവമേറിയൊരു ചോദ്യം മനസാക്ഷിയുള്ള ഹൃദയമുള്ള ഓരോരുത്തരെയും ചിന്തിപ്പിക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിലെ ആഴങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രമേ ഈ വചനത്തിന്റെ ആശയം മുഴുവൻ ഉൾക്കൊള്ളാൻ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, സൂറത്ത് റഹ്മാനിൽ പ്രതിപാദിക്കുന്നത് പരമകാരുണ്യകനായ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു. അവനെ ഭൂമി, ആകാശം, സൂര്യൻ, ചന്ദ്രൻ, സമുദ്രം, ഭൂമിയിലുള്ള സകല വസ്തുക്കളെയും സൃഷ്ടിച്ച് വിധാനിച്ചു മനുഷ്യനെ അവൻ ഭൂമിയിലേക്ക് അയച്ചു. ഏറ്റവും നല്ല പ്രകൃതിയും പരിസ്ഥിതിയും നൽകി അവനെ അനുഗ്രഹിച്ചു. സുബ്ഹാനല്ലാഹ്, മാർഗദർശകനെയും വേദഗ്രന്ഥത്തെയും എണ്ണമറ്റ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് അള്ളാഹു സൂറത്ത് ഇബ്രാഹിമിന് പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ നിങ്ങൾ എണ്ണുന്ന പക്ഷം നിങ്ങൾക്ക് ഒരിക്കലും എണ്ണി കണക്കാക്കാൻ കഴിയുകയില്ല. നിശ്ചയമായും മനുഷ്യൻ അതിക്രമകാരി, നന്ദി കെട്ടവനും തന്നെയാണ്. ഈ അനുഗ്രഹങ്ങളെല്ലാം എണ്ണിക്കണക്കാക്കി അള്ളാഹു എണ്ണി പറഞ്ഞതിന് ശേഷം 13-ാമത്തെ ആയത്ത് മുതൽ 8 തവണ ഈ ആവർത്തിത ചോദ്യം അള്ളാഹു ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ഈ അനുഗ്രഹങ്ങളെല്ലാം എല്ലാ കാലത്തും നിലനിൽക്കുകയും അത് നശിച്ചു പോകും. പിന്നീട് ഖിയാമത്ത് നാൾ, പരലോകം, നരകം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് കൊടുക്കുന്നതിനിടയിൽ അള്ളാഹു 7 തവണ ഈ ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു. അതിനുശേഷം സ്വർഗത്തെ 2 തട്ടുകളാക്കി തിരിച്ചിട്ട് അവിടെയും അള്ളാഹു ഈ ചോദ്യം ഓരോ തവണ ആവർത്തിക്കുമ്പോഴും 8 തവണയും അടുത്ത തവണ ആവർത്തിക്കുമ്പോഴും 8 തവണയും അള്ളാഹു ഈ ആവർത്തിത വചനങ്ങൾ ചോദിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, എന്നെ അത്ഭുതപ്പെടുത്തിയ വസ്തുതയും ഇത് തന്നെയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, അള്ളാഹു തന്റെ ശിക്ഷയെ കുറിച്ചിട്ട് പറയുന്നതിനേക്കാൾ കൂടുതൽ തന്റെ അനുഗ്രഹങ്ങളെയും സന്തോഷ വാർത്തകളെയും പറയുന്നിടത്താക്കിയിട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നു ഈ ആയത്തിനെ. അതെ, ഇനി എങ്ങനെയാണ് മനുഷ്യൻ നന്ദി കെട്ടവനായിട്ട് മാറുന്നത്? അനുഗ്രഹങ്ങളെല്ലാം, അള്ളാഹു സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഈ ഭൂമിയെല്ലാം, ഇതൊന്നും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലുള്ളതല്ല, ഇതൊക്കെ തനിയേ ഉണ്ടായതാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്തു. ഈ കാണുന്നതൊക്കെ തനിയെ ഉണ്ടായതാണെന്ന് വിശ്വസിക്കുകയും പുരോഗമനവാദികളാണെന്ന് സ്വയം വിശേഷിപ്പിക്കുകയും മതമില്ല,
ദൈവമില്ല, മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല എന്നൊക്കെ ആധുനിക സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന ഏറ്റവും കൂടുതൽ കാണുന്ന നമ്മൾ അതാണ്. മറ്റൊരു കൂട്ടര് അള്ളാഹുവാണ് ഇതൊക്കെ സൃഷ്ടിച്ചതാണെന്ന് അവർക്കറിയാം, പക്ഷെ അള്ളാഹുലേക്ക് എത്തണമെങ്കിൽ കുറച്ച് ഇടയാളന്മാരൊക്കെ വേണം. ആദ്യം ഞങ്ങൾ ആ ഇടയാളന്മാരെ അങ്ങോട്ട് കൊണ്ടുവരട്ടെ, മരിച്ചുപോയ മഹാത്മാക്കള് അവരെയൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് മുൻനിർത്തിയിട്ട് അള്ളാഹുവിലേക്ക് എത്തട്ടെ എന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നൊരു കൂട്ടർ. മറ്റൊരു കൂട്ടര്, അതായത് നാം ജീവിക്കുന്ന നമ്മുടെ കൂട്ടത്തിലും നാം അടക്കമുള്ള മനുഷ്യർ എന്താണ്, എല്ലാം അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, അള്ളാഹുവിലേക്ക് നന്ദി കാണിക്കണം എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മൾ വളരെ കുറച്ചേ നമ്മൾ ചെയ്യുന്നത്. മനുഷ്യൻ വളരെ കുറച്ച് മാത്രമേ നന്ദി കാണിക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, അള്ളാഹു നമ്മിൽ നിന്നും എന്താണ് ആഗ്രഹിക്കുന്നത്? നമ്മൾ നന്ദിയുള്ള ഒരു അടിമയായി കാണാൻ വേണ്ടിയിട്ടാണ്, അടിമയായി തീരാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ശുദ്ധ ഖുർആൻ ആഴത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും അതുവഴി അള്ളാഹുവിലേക്ക് നന്ദി കാണിക്കുന്ന ഉത്തമ ദാസന്മാരിൽ അള്ളാഹു നമ്മെയും നമ്മുടെ മക്കളെയും ഉൾപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.